ഈ പ്രാചീന സംസ്കാരങ്ങൾ നശിപ്പിക്കപ്പെട്ട രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു പൊതു സ്വഭാവമുണ്ട്. മൊത്തം അവിടെയൊക്കെ അധിനിവേശം മാത്രം കൊണ്ട് നശിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇവിടെയാകട്ടെ നൂറ്റാണ്ടുകൾ ഭരിച്ചു അവർ. ആയിരക്കണക്കിനായ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു. ആയിരക്കണക്കിന് സന്യാസിമാരെ ഹിംസിച്ചു. ഇവിടെ ഈ വേദിയിൽ തന്നെ 2 മഹാമണ്ഡലേശ്വരന്മാരുണ്ട്. എന്താ ഈ മഹാമണ്ഡലേശ്വരന്മാരെന്ന് പറഞ്ഞാൽ? അഖാഡകൾ മഹാമണ്ഡലേശ്വര പദവി കൊണ്ട് അംഗീകരിച്ചിരിക്കുകയാണ്, അല്ലാതെ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ അഖാഡകളെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. എന്തിനാണ് അഖാഡകൾ രൂപീകരിക്കപ്പെട്ടത്? എപ്പോഴാണ് അഖാഡകൾ രൂപീകരിക്കപ്പെട്ടത്? ചരിത്രത്തിലേക്ക് പോയാൽ കാണാൻ സാധിക്കും. ആയിരക്കണക്കിന് സന്യാസിമാര് ഹിംസിക്കപ്പെട്ടു. അതിനെ ചെറുക്കുന്നതിനാണ് അഖാഡകൾ ആരംഭിച്ചത്. ഇതൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ സംസ്കൃതി നശിച്ചില്ലെന്ന് മാത്രമല്ല, ഇന്ന് കൂടുതൽ പ്രോജ്വലിച്ച് ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഏറ്റവും അധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് സനാതന ധർമ്മമാണ്. കയ്യടി ഒന്ന് നിർത്തിയിട്ട് ആ സമയം കൂടി കേൾക്കുക. കൈയടിച്ചുകൊണ്ട് ഇവിടെ ഒരു ആവേശവും വരാൻ പോകുന്നില്ല, ഒരാവേശവും വരില്ല. അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വലിയ സന്തോഷമുണ്ടെങ്കിൽ അടുത്ത ആൾക്കൊന്ന് കൊടുത്തോളൂ. ഒരു ഗുണമുണ്ടാവും. ഉറക്കത്ത് ഗുണമുണ്ടെങ്കിൽ ഒന്ന് ഉണർന്നോളൂ. ശരി. അപ്പോ ലോകത്തിൽ നിന്ന് ഏറ്റവും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് സനാതന ധർമ്മമാണ്. ആരാധനയ്ക്ക് ആളില്ലാതെ നടത്തിക്കൊണ്ടുപോവാൻ സാധിക്കാതെ വിൽക്കുന്ന പള്ളികള്, ക്രിസ്ത്യൻ പള്ളികള് യൂറോപ്പിലായാലും ഓസ്ട്രേലിയയിലായാലും അമേരിക്കയിലായാലും ഏറ്റവും അധികം വാങ്ങുന്നത് ഹിന്ദു പ്രസ്ഥാനങ്ങളാണ്. എന്നിട്ട് അവയെ പ്രാർത്ഥനാ മന്ദിരങ്ങളാക്കുന്നു, ആശ്രമങ്ങളാക്കുന്നു, ക്ഷേത്രങ്ങളാക്കുന്നു. അങ്ങനെയുള്ള 100 കണക്കിന് സ്ഥലത്ത് ഈ പറയുന്ന ചിദാനന്ദപുരി സ്വാമി പ്രസംഗിച്ചിട്ടുണ്ട്, ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. വെറുതെ പറയുകയല്ല. വലിയ പരിവർത്തനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലരെങ്കിലും പറഞ്ഞേക്കാം, സ്വാമി പറയുന്നത് ശരിയാണ്, ലോകം മുഴുവൻ സനാതനധർമ്മം വ്യാപിക്കുന്നുണ്ട്. പക്ഷേ ഗ്രോത്ത് റേറ്റ് നോക്കിയാൽ അതിനേക്കാൾ കൂടുതൽ ഇസ്ലാമാണ് വ്യാപിക്കുന്നത് എന്ന് സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പലരും പറഞ്ഞേക്കാം. എങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ വ്യാപിക്കുന്ന ഇസ്ലാം റിലീജിയസ് ഇസ്ലാം അല്ല. 1 പൊളിറ്റിക്കൽ ഇസ്ലാം, 2 ടെററിസ്റ്റ് ഇസ്ലാം. റിലീജിയസ് ഇസ്ലാം അധികം വ്യാപിക്കുന്നില്ല, വ്യക്തമായി പറയാൻ സാധിക്കും. അതുകൊണ്ട് ആവർത്തിക്കുന്നു, അബദ്ധങ്ങളൊന്നും വിളിച്ചു പറയാനൊന്നും പറ്റില്ല. നിങ്ങളെക്കാൾ ശ്രദ്ധാലുക്കളായ 4 പേര് ഇവിടെ ഇങ്ങനെ കേട്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കണ്ണ് വെട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊന്നും നാളെ മാറ്റി പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആവർത്തിക്കുന്നു, ഇന്ന് ലോകത്തിൽ പ്രചരിക്കുന്ന ഇസ്ലാം റിലീജിയസ് ഇസ്ലാം അല്ല, മറിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമും ടെററിസ്റ്റ് ഇസ്ലാമുമാണ്. സനാതന ധർമ്മമാണ് പ്രചരിക്കുന്നത് ഏറ്റവും അധികം. ലോകത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും യോഗം, വേദാന്തം, പല സ്ഥലങ്ങളിലും ആയുർവേദം, സംസ്കൃതം എന്നിവയുടെ പ്രചരണം അത്യത്ഭുതകരമായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും.